ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ക്രോഷ്യ എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ലെസണിലേക്ക് പോകാം. രണ്ടാമത്തെ ലെസണിൽ നമ്മൾ ക്രോഷ്യ ഹുക്ക് എങ്ങനെ പിടിക്കാം എന്നാണ് നോക്കുന്നത്. പല മെത്തേഡുണ്ട്, 2 മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ മെത്തേഡ് പറയുമ്പം ഹുക്കിൻ്റെ കുറച്ച് പാർട്സ് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി പാർട്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഹുക്കിന് 5 പാർട്സാണ് ഉള്ളത്: പോയിൻറ്റ്, ത്രോട്ട്, ഷാഫ്റ്റ്, തമ്പ് റെസ്റ്റ്, ഹാൻഡിൽ. നമുക്ക് തമ്പ് റെസ്റ്റും ഹാൻഡിലുമാണ് ഞാൻ ഈ മെത്തേഡ് പറയുമ്പോഴത്തേനും ഉപയോഗിക്കുന്ന പാർട്സ്. അപ്പോൾ അതിനുവേണ്ടി അത് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാർട്സ് കണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നൈഫ് മെത്തേഡാണ്. അതിനാണ് ഞാൻ നൈഫ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണോ നൈഫ് നമ്മുടെ കട്ട് ചെയ്യാൻ വേണ്ടി പിടിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്രോഷ്യ ഹുക്കും പിടിക്കേണ്ടത്. നമ്മൾ നൈഫ് പിടിച്ച ആ മെത്തേഡിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ക്രോഷ്യ ഹുക്ക് പിടിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ തമ്പ് റെസ്റ്റിൽ തം ഫിംഗറും അതുപോലെ തന്നെ 4 ഫിംഗറും മിഡിൽ ഫിംഗറും തമ്പ് റെസ്റ്റിൽ അങ്ങനെ വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ എന്ന് പറയുന്നത്, ഹുക്കിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് പാമിന് ഓപ്പോസിറ്റായിട്ടും ഇരിക്കുക. അങ്ങനെ വേണം നൈഫ് മെത്തേഡിൽ നമ്മൾ പിടിക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ വരുന്നത് അങ്ങനെയായിരിക്കും. ഇതാണ് നമ്മുടെ നൈഫ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് തമ്പ് റെസ്റ്റ്, ഹുക്കിൻ്റെ തമ്പ് റെസ്റ്റിലും 4 ഫിംഗേഴ്സും മിഡിൽ ഫിംഗറും അതുപോലെ ഒരുമിച്ച് വരണം. തമ്പ് റെസ്റ്റിൽ ഹാൻഡിൽ പാമും ആയിട്ട് ഓപ്പോസിറ്റായിട്ട് വരണം. അതാണ് നൈഫ് മെത്തേഡിനകത്ത് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് പെൻസിൽ മെത്തേഡ് അല്ലെങ്കിൽ ഫോർക്ക് മെത്തേഡ് എന്ന് പറയും. അതായത് പെൻസിൽ എങ്ങനെയാണോ പിടിക്കുക ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഹുക്ക് പിടിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഫോർക്ക് എങ്ങനെയാണോ പിടിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഹുക്ക് പിടിക്കുക. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഹുക്ക് കണ്ടില്ലേ, ഇതേപോലെ ഹുക്കിൻ്റെ തമ്പ് റെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മുടെ തമ്പ് ഫിംഗറും 4 ഫിംഗറും മിഡിൽ ഫിംഗറും ബാക്കിലായിട്ട് അങ്ങനെ വരും. പിന്നെ ഹുക്കിൻ്റെ ഹാൻഡിൽ നമ്മുടെ 4 ഫിംഗറിനോട് നേരെയായിട്ടുള്ള ആ സ്ഥലത്തായിരിക്കും ഇരിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പെൻസിൽ അല്ലെങ്കിൽ ഫോർക്ക് മെത്തേഡിനകത്ത് ചെയ്യുന്നത്. ഈ 2 മെത്തേഡാണ് പൊതുവേ കൂടുതലായിട്ടും എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഏത് മെത്തേഡാണെന്ന് നമുക്ക് ഈസി ആയിട്ട് വരുന്നത് അത് 2 മെത്തേഡും ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഏത് മെത്തേഡാണ് നമുക്ക് പറ്റുന്നതെന്ന്. എന്നിട്ട് ആ മെത്തേഡ് ചെയ്യുക. എനിക്ക് ശരിക്കും നൈഫ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കതാണ് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് എളുപ്പം ആ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. ഹുക്ക് പിടിക്കാനുള്ള 2 മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ലെസണുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.